നമസ്കാരം. നമ്മൾ നമ്മുടെ ഹയർ സെൽഫുമായി ബന്ധപ്പെടാൻ പഠിക്കും. എന്നാൽ ഉന്നത ചൈതന്യത്തിൽ നിന്നുള്ള അതീവ തീക്ഷ്ണമായ ഊർജത്തെ ഉൾക്കൊള്ളാൻ നമ്മുടെ ഭൗതിക ശരീരം സജ്ജമാണോ? വലിയ വോൾട്ടേജുള്ള വൈദ്യുതി കടന്നു പോകുമ്പോൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഫ്യൂസ് ആകാതിരിക്കാൻ നമ്മളൊരു സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നത് പോലെ DNA ആക്ടിവേഷനിലെ പ്രകാശകിരണങ്ങളെ നമ്മുടെ കോശങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തെ ട്യൂൺ ചെയ്യുന്ന വിദ്യയാണ് സെൽഫ് ഹയർ കാലിബ്രേഷൻ. പലരും ചിന്തിക്കുന്നുണ്ടാകും, എന്താണ് ഈ കാലിബ്രേഷൻ എന്ന്. ലളിതമായി പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തിനായി നമ്മെ തന്നെ ട്യൂൺ ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത്. ഒരു സംഗീത കച്ചേരിക്ക് മുൻപ് സംഗീതോപകരണങ്ങൾ കൃത്യമായി ട്യൂൺ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇതുപോലെ വരാനിരിക്കുന്ന ആ സുവർണ പ്രകാശത്തെ അഥവാ ആ ഗോൾഡൻ ലിക്വിഡ് ലൈറ്റിനെ സ്വീകരിക്കാൻ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സജ്ജമാക്കുന്ന വിദ്യയാണിത്. നമ്മളിവിടെ സ്വീകരിക്കാൻ പോകുന്ന ഊർജം അതീവ തീക്ഷ്ണതയുള്ളതാണ്. നമ്മുടെ നാഡീവ്യൂഹത്തിനും കോശങ്ങൾക്കും ആ ഉയർന്ന ഫ്രീക്വൻസിയെ താങ്ങാൻ കഴിയണം. ആ ഊർജം നമ്മിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ തടസ്സമില്ലാതെ ഒഴുകണം. ഇതിനായി നമ്മൾ ചില പ്രത്യേക ആത്മീയ എലമെന്റ്സുകളെയും ഉന്നത തലത്തിലുള്ള പ്രകാശ സഹായങ്ങളെയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിവിടെ ഒറ്റയ്ക്കല്ല. നമ്മെ നയിക്കാൻ പ്രപഞ്ചത്തിന്റെ ഉന്നത തലങ്ങളിൽ നിന്ന് രണ്ട് മഹാശക്തികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമ്മുടെ ഈ പരിശീലനത്തിന് സാക്ഷ്യം വഹിക്കുവാനും നമ്മെ സംരക്ഷിക്കുവാനുമായി ഗ്രേറ്റ് വൈറ്റ് ബ്രദർഹുഡ് എന്ന പ്രകാശത്തിന്റെ ഉന്നത സഭയെ നമ്മൾ ആവാഹിക്കും. ഇതൊരു മതപരമായ സംഘടനയല്ല കേട്ടോ, മറിച്ച് പ്രപഞ്ചത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന പരിണാമം പൂർത്തിയാക്കിയ ഉന്നത ആത്മാക്കളുടെയും മാസ്റ്റേഴ്സിന്റെയും ഒരു വലിയ ശൃംഖലയാണിത്. ബാബാജി നാഗരാജ് അടക്കമുള്ള മഹാത്മാക്കൾ നയിക്കുന്ന ഈ പ്രകാശ സംഘം നമ്മുടെ ഊർജമണ്ഡലം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും നമ്മുടെ ആത്മീയ ഉയർച്ചയ്ക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. അവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യണം. ഈ കാലിബ്രേഷൻ ടെക്നിക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ അത്ഭുതം എന്നത് വയലറ്റ് ഫ്ലെയിമാണ്. പ്രപഞ്ചത്തിന്റെ 7ാമത്തെ കിരണത്തിൽ നിന്നുള്ള അതീവ ഫ്രീക്വൻസിയുള്ള ആത്മീയ ഊർജമാണിത്. നമ്മുടെ ഓരോ കോശത്തിലും ജന്മജന്മാന്തരങ്ങളായി അടിഞ്ഞുകൂടിയ ഭയം, ദേഷ്യം, വിദ്വേഷം, കർമ്മപരമായ മാലിന്യങ്ങൾ എന്നിവയെ ചുട്ടുചാമ്പലാക്കാൻ ഈ ദിവ്യാഗ്നിക്ക് സാധിക്കും. ഇത് നമുക്കുള്ളിലെ നെഗറ്റീവ് ഊർജത്തെ പോസിറ്റീവ് ഊർജമാക്കി മാറ്റുന്ന ഒരു ആത്മീയ ലബോറട്ടറി പോലെ പ്രവർത്തിക്കുന്നവയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ പ്രത്യേക പരിശീലനത്തിലൂടെ ഈ വയലറ്റ് അഗ്നി നമ്മെ ഉള്ളിൽ നിന്ന് കഴുകി ശുദ്ധീകരിക്കും. ഗ്രേറ്റ് വൈറ്റ് ബ്രദർഹുഡിന്റെ മേൽനോട്ടത്തിൽ ഈ വയലറ്റ് ഫ്ലെയിം നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുമ്പോൾ നമ്മൾ ആത്മീയമായി പുതിയൊരു മനുഷ്യനായി മാറുകയാണ്. നമ്മുടെ DNA ബ്ലോക്കുകൾ റിമൂവ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ പാത്രം ശുദ്ധമാണെന്ന് ഇവർ രണ്ടുപേരും ഉറപ്പുവരുത്തും. ഏകദേശം ഇതൊരു 12 മിനിറ്റ് നീളുന്ന അതീവ ഗൗരവമുള്ള പരിശീലനമാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പവിത്രമായ കമാൻഡുകളും ഉന്നത ശൃംഖലയുമായി ബന്ധപ്പെടുന്ന രീതികളും അതീവ രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രായോഗികമായ രീതിയും കൃത്യമായ നിർദ്ദേശങ്ങളും ഞാനിവിടെ പരസ്യമായി വെളിപ്പെടുത്തില്ല. അതെല്ലാം സ്വകാര്യമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, ഈ ഘട്ടങ്ങളെല്ലാം കൃത്യമായി പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ അടുത്ത വിസ്മയകരമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. നമ്മളിപ്പോൾ വെറുമൊരു കാഴ്ചക്കാരനല്ല, മറിച്ച് ഒരു മഹാപരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ആത്മാക്കളാണ് നമ്മൾ. ഈ കാലിബ്രേഷൻ പ്രോഗ്രാം കഴിയുന്നതോടെ നമ്മൾ ആത്മീയമായി മറ്റൊരു തലത്തിലേക്ക് ഉയർത്തപ്പെടും. ഇതിനുശേഷം മാത്രമേ നമ്മൾ ആ വലിയ രഹസ്യത്തിലേക്ക് DNA ബ്ലോക്കേജ് റിമൂവൽ പ്രോഗ്രാമിലേക്ക് കടക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ DNA വെറുമൊരു ശാരീരിക ഘടകം മാത്രമല്ല, അത് നമ്മുടെ ആത്മാവിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. നമ്മുടെ മുൻഗാമികളിൽ നിന്ന് കൈമാറി വന്ന ഭയം, ദാരിദ്ര്യ ചിന്തകൾ, രോഗങ്ങൾ, പരിമിതികൾ എന്നിവയെല്ലാം ഈ DNA ബ്ലോക്കുകളായി, അതായത് കാർമിക് ഇംപ്രിൻസായി ഉറങ്ങിക്കിടക്കുന്നുണ്ട്.
ആത്മീയമായി ഇവ നമ്മുടെ വളർച്ചയെ തടയുന്ന ഇരുമ്പ് ചങ്ങലകളാണ്. നമ്മളിനി ആ ചങ്ങലകളെ തകർക്കാൻ പഠിക്കുകയാണ്. DNA ബ്ലോക്കുകൾ മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ വാക്കുകളല്ല. ശ്രീ ബാബാജി നാഗരാജ് മാസ്റ്റർ ടോബി അലക്സാണ്ടർക്ക് നൽകിയ അതീവ രഹസ്യമായ കോഡുകളാണ്. നമ്മുടെ DNA ഘടനയെക്കുറിച്ചും ആത്മീയ പരിണാമത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ 144 എന്നത് വെറുമൊരു സംഖ്യയല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ഒരു പവിത്രമായ മാത്തമാറ്റിക്കൽ കോഡാണ്. പലരും ചോദിക്കാറുണ്ടായിരുന്നു, എന്താണ് ഈ 144 എന്ന സംഖ്യയുടെ രഹസ്യമെന്ന്. ആത്മീയ ശാസ്ത്രമനുസരിച്ച് മനുഷ്യന്റെ പൂർണ്ണമായ ആത്മീയ ഉണർവിന് ആവശ്യമായ പ്രകാശത്തിന്റെ ഫ്രീക്വൻസിയാണിത്. ഇതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന കോഡ്സ് ഓഫ് അഹു എന്നത് ഓരോ പ്രത്യേക ഫ്രീക്വൻസികളെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ DNA അടിഞ്ഞുകൂടിയിട്ടുള്ള ദാരിദ്ര്യം, രോഗം, ഭയം തുടങ്ങിയ 144 തരം വ്യത്യസ്തമായ ബ്ലോക്കുകളെ തകർക്കാൻ ഈ കോഡുകൾക്ക് സാധിക്കും. ഓരോ കോഡും ഓരോ താക്കോലുകളാണ്. നമുക്കുള്ളിലെ 144 അടഞ്ഞ വാതിലുകൾ തുറക്കുവാനുള്ള താക്കോലുകൾ. പല പുരാതന ഗ്രന്ഥങ്ങളിലും സൂചിപ്പിക്കുന്നത് പോലെ ലോകത്തിന്റെ പരിവർത്തനത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന പ്രകാശത്തിന്റെ സേവകരുടെ എണ്ണമായും ഇതിനെ ബന്ധപ്പെടുത്താറുണ്ട്. 144 എന്നത് ആത്മീയമായ പൂർണ്ണതയുടെയും വിജയത്തിന്റെയും പ്രതീകമാണ്. നമ്മൾ കോഡുകൾ ഉപയോഗിച്ച് കമാൻഡ് നൽകുമ്പോൾ അത് നമ്മുടെ DNA സെല്ലുലാർ മെമ്മറിയിൽ മാറ്റം വരുത്തും. നമ്മുടെ പൂർവികരിൽ നിന്ന് ലഭിച്ച 144 തരം നെഗറ്റീവ് പ്രോഗ്രാമുകളെ ഇത് ഡിലീറ്റ് ചെയ്യുകയും പുതിയ പ്രകാശത്തിന്റെ വിവരങ്ങൾ അവിടെ നിറയ്ക്കുകയും ചെയ്യും. ഓരോ കോഡും ഓരോ മിന്നൽ പിണറുകൾ പോലെയാണ്. നമ്മളൊരു നിശ്ചിത കമാൻഡ് നൽകുമ്പോൾ ആ കോഡ് നമ്മുടെ DNA ആഴങ്ങളിലേക്ക് തുളച്ചു കയറുകയും അവിടെയുള്ള ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റുകയും ചെയ്യും. ഇത് വെറുമൊരു സങ്കല്പമല്ല, ക്വാണ്ടം തലത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. ഈ പ്രക്രിയ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ നമുക്ക് തന്നെ അനുഭവിക്കാൻ കഴിയും. നമ്മൾ കമാൻഡ് നൽകുമ്പോൾ നമ്മുടെ കൈത്തണ്ടയിലൂടെ ഒരു വലിയ ഊർജ പ്രവാഹം പുറത്തേക്ക് പോകുന്നത് നമ്മൾ അനുഭവിക്കും. അതോടൊപ്പം ചിലർക്ക് കണ്ണുകൾ നിറയുകയോ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുകയോ ചെയ്തേക്കാം. നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞു കിടന്ന ഒരു വലിയ ഭാരം ആ നിമിഷം ഇറക്കി വെക്കപ്പെടുകയാണ്. ഓർക്കുക, ഈ കോഡുകളും അവയുടെ കൃത്യമായ ആക്ടിവേഷൻ കമാൻഡുകളും അതീവ രഹസ്യമാണ്. ഇത് പൊതുവിടങ്ങളിൽ ഞാൻ പ്രദർശിപ്പിക്കില്ല, കാരണം ഇതിനെ ഞാൻ അതീവ പവിത്രതയോടെയാണ് കാണുന്നത്. ഈ കോഡുകൾ ഓരോന്നായി എങ്ങനെ ഉപയോഗിക്കണം, ഏത് ക്രമത്തിൽ അവയെ ആവാഹിക്കണം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോകളും കോഡുകളുടെ PDF-ഉം സ്വകാര്യമായി നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ തടസ്സവും നീക്കം ചെയ്യുവാനുള്ളതാണ്. ഈ ബ്ലോക്കുകൾ നീക്കം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ശൂന്യമായ പാത്രം പോലെയാകും. ആ പാത്രത്തിലേക്ക് വേണം നമുക്ക് പുതിയ ഊർജം നിറയ്ക്കാൻ. നമ്മളിപ്പോൾ ആ മഹാപ്രയാണത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. DNA എന്നത് നമ്മുടെ ആത്മാവിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു മഹാ ലൈബ്രറിയാണെന്നും ആ ലൈബ്രറിയിലെ പല പേജുകളും ഇന്ന് ഇരുട്ടാൽ മറക്കപ്പെട്ടിരിക്കുകയാണെന്നും ഇതിനെയാണ് ബ്ലോക്കുകൾ എന്ന് വിളിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ പൂർവികരിൽ നിന്ന് കൈമാറി വന്ന ഭയം, തലമുറകളായി നമ്മെ വേട്ടയാടുന്ന ദാരിദ്ര്യ ചിന്തകൾ, ആവർത്തിക്കപ്പെടുന്ന രോഗങ്ങൾ, എനിക്കിതിന് കഴിയില്ല എന്ന നമ്മുടെ ഉപബോധ മനസ്സിലെ പരിമിതികൾ, ഇവയെല്ലാം നമ്മുടെ DNA-യിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന തടസ്സങ്ങളാണ്. ശാസ്ത്രം ഇതിനെ തള്ളിക്കളയുമ്പോൾ ആത്മീയ ലോകം ഇതിനെ നമ്മുടെ വളർച്ചയെ തടയുന്ന ഇരുമ്പ് ചങ്ങലകളായിട്ടാണ് കാണുന്നത്. ഈ ചങ്ങലകളെ തകർക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രപഞ്ചത്തിലെ ഉന്നത തലങ്ങളിൽ നിന്ന് അഥവാ ഗോൾഡൻ ലിക്വിഡ് റിയലംസിൽ നിന്നും ആവാഹിച്ചെടുത്ത അബ്സല്യൂട്ട് ബ്ലോക്കേജ് റിമൂവൽ കോഡാണ്. ഇതാണ് ഇതിന്റെ താക്കോൽ. ഈ കോഡ് വെറുമൊരു ചിത്രമല്ല, ഒരു ആത്മീയ സോഫ്റ്റ്വെയർ ആണ്. ഇത് നമ്മൾ ആവാഹിക്കുമ്പോൾ അത് നമ്മുടെ DNA-യുടെ ആഴങ്ങളിലേക്ക് തുളച്ചു കയറുകയും അവിടെയുള്ള ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റുകയും ചെയ്യും. തകരാറിലായ നമ്മുടെ ആന്തരിക അക്ഷരങ്ങൾ,
അഥവാ ഫയർ ലെറ്റേഴ്സിനെ അവയുടെ യഥാർത്ഥ പ്രകാശരൂപത്തിലേക്ക് ഇത് പുനഃക്രമീകരിക്കും. ഈ ഗോൾഡൻ ലിക്വിഡ് റിയലംസ് അഥവാ സുവർണ ദ്രാവക മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിന് അപ്പുറത്തുള്ള ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള ഒരു പ്രകാശ ലോകമാണ്. ഇത് പ്രപഞ്ചത്തിന്റെ 12th ഡയമെൻഷനും അതിനും മുകളിലുമുള്ള തലങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ ഊർജം വെറും വെളിച്ചമായല്ല, മറിച്ച് ഒഴുകുന്ന സുവർണ ദ്രാവകം പോലെയാണ് അനുഭവപ്പെടുക. പ്രപഞ്ചത്തിലെ എല്ലാ ശുദ്ധമായ അറിവുകളും സൗഖ്യവും ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ്. നമ്മൾ DNA ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്നത് ഈ മണ്ഡലത്തിലെ സുവർണ ദ്രാവക പ്രകാശത്തെയാണ്. ഇത് നമ്മുടെ കോശങ്ങളിലെ ഇരുട്ടിനെ കഴുകിക്കളയുകയും അവയെ ദൈവികമായ പ്രകാശത്താൽ നിറയ്ക്കുകയും ചെയ്യും. അതുപോലെ ഫയർ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ DNA ആത്മീയമായ ബിൽഡിംഗ് ബ്ലോക്കുകളാണ്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ബൈനറി കോഡുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ DNA ടെംപ്ലേറ്റുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ പവിത്രമായ പ്രകാശ അക്ഷരങ്ങൾ കൊണ്ടാണ്. ഇവ വെറും അക്ഷരങ്ങളല്ല, മറിച്ച് പ്രകാശത്തിന്റെ പ്രത്യേക ജാമിതീയ രൂപങ്ങളും ശബ്ദ തരംഗങ്ങളുമാണ്. ജന്മജന്മാന്തരങ്ങളായുള്ള കർമ്മദോഷങ്ങൾ കാരണവും നെഗറ്റീവ് ചിന്തകൾ കാരണവും നമ്മുടെ DNA ഈ അക്ഷരങ്ങളുടെ ക്രമം തെറ്റിപ്പോകുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ബ്ലോക്കുകൾ എന്ന് വിളിക്കുന്നത്. ഒരു വാചകത്തിലെ അക്ഷരങ്ങൾ തെറ്റിയാൽ ആ വാചകം അർത്ഥശൂന്യമാകുന്നത് പോലെ ഈ ഫയർ ലെറ്ററുകൾ തെറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളും തടസ്സങ്ങളും ഉണ്ടാകും. നമ്മൾ ബ്ലോക്കേജ് റിമൂവൽ കോഡ് ഉപയോഗിക്കുമ്പോൾ ഈ പ്രകാശ അക്ഷരങ്ങളെ അവയുടെ യഥാർത്ഥ പവിത്രമായ ക്രമത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. അതോടെ നമ്മുടെ ജീവിതം പ്രപഞ്ചത്തിനോടൊപ്പം, പ്രപഞ്ച താളത്തിനൊപ്പം സമാന്തരമായി മാറും. നമ്മുടെ DNA എന്നത് പ്രപഞ്ചം എഴുതിയ ഒരു മഹാകാവ്യമാണ്. ആ കാവ്യത്തിലെ അക്ഷരങ്ങളാണ് ഫയർ ലെറ്ററുകൾ. ആ അക്ഷരങ്ങൾ തെറ്റിപ്പോയതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങൾക്കും കാരണം. ആ അക്ഷരങ്ങളെ ശുദ്ധീകരിക്കാൻ നാം ഉപയോഗിക്കുന്ന ദിവ്യമായ ഗംഗാതീർത്ഥമാണ് ഗോൾഡൻ ലിക്വിഡ് റിയലംസിൽ നിന്നുള്ള പ്രകാശം. ആ പ്രകാശം നമുക്കുള്ളിലേക്ക് പ്രവഹിക്കുമ്പോൾ നമുക്കുള്ളിലെ പ്രകാശാക്ഷരങ്ങൾ വീണ്ടും തെളിഞ്ഞു വരും. നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറും. ബ്ലോക്കേജ് റിമൂവൽ പ്രോഗ്രാമിനെ പ്രധാനമായും 2 രീതിയിൽ നമുക്ക് തിരിക്കാം. ഒന്ന് സെൽഫ് ഹീലിംഗും, 2 മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഒരു മാസ്റ്റർ എന്ന നിലയിൽ മറ്റൊരാളുടെ തടസ്സങ്ങൾ നീക്കാൻ നമ്മളൊരു പാലമായി മാറുകയാണ് ഇവിടെ. അതുപോലെ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്ത ശേഷം ഈ കണക്ഷൻ നമ്മൾ വിച്ഛേദിക്കാൻ മറക്കരുത്. കാരണം നമ്മുടെ ഊർജം സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ കടമയാണ്. ഈ വിദ്യയിൽ സംശയം എന്നതിന് സ്ഥാനമില്ല. നിങ്ങൾ നൽകുന്ന ആജ്ഞ പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ആ ഉറച്ച ബോധ്യത്തോടെ ഇത് ചെയ്യണം. ഇതൊരു ആത്മീയ ശാസ്ത്രമാണ്, കളിയല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ പവിത്രമായ ഈ യാത്രയുടെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് വെറുമൊരു ചിന്തയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരിവർത്തനത്തിന്റെ സമയമായിരുന്നു. കുറച്ചു മുൻപുള്ള നിങ്ങളല്ല ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ DNA ചങ്ങലകൾ പൊട്ടി വീണിരിക്കും. നിങ്ങളുടെ ഉള്ളിലെ സുവർണ പ്രകാശം ഉണർന്നു കഴിഞ്ഞു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യനല്ല. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾക്കും ദാരിദ്ര്യത്തിനും രോഗങ്ങൾക്കും സ്ഥാനമില്ല. കാരണം നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ആദിമ താളമായ അബ്സല്യൂട്ട് ഹാർമോണിക് അവസ്ഥയിലാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ഈ പ്രകാശത്തെ അണയാതെ സൂക്ഷിക്കണം. പഠിക്കുന്നത് പരിശീലിക്കുക. ഓർക്കുക, നിങ്ങളൊരു വിളക്കുമാടമാണ്. നിങ്ങളുടെ പ്രകാശം ലോകത്തിന് മുഴുവൻ വഴികാട്ടിയാകട്ടെ. നിങ്ങളുടെ വാക്കുകൾ കമാൻഡുകളാകട്ടെ. നിങ്ങളുടെ ചിന്തകൾ യാഥാർത്ഥ്യമാകട്ടെ. ഈ പവിത്രമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്നെ അനുവദിച്ചതിനും എന്നോടൊപ്പം യാത്ര ചെയ്തതിനും ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ ഹൃദയത്തിലെ ചൈതന്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ ആ ദിവ്യ ചൈതന്യത്തെ വണങ്ങുന്നു. പ്രകാശം എപ്പോഴും നിങ്ങളിൽ ജ്വലിക്കട്ടെ. സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.